Hi friends, welcome back to my YouTube channel. ഡൊമസ്റ്റിക് എയർപോർട്ട്, ഇന്റർനാഷണൽ എയർപോർട്ട് ഇല്ലേ ഏട്ടാ? ഞങ്ങളൊന്ന് ഉണ്ണിയണ്ണനെ കൊണ്ടുവിടാൻ ഞങ്ങൾ പോയിട്ടുണ്ട്. അത് ഇന്റർനാഷണൽ എയർപോർട്ട് ആയിരിക്കും അല്ലേ? ഗൾഫിലൊക്കെ പോകുന്നത് ഡൊമസ്റ്റിക് ആകുമ്പോൾ നമ്മുടെ ഇന്ത്യക്കകത്തുള്ള അല്ലേ? അപ്പോൾ ഞങ്ങൾ ഡൊമസ്റ്റിക് എയർപോർട്ടിലോട്ടാണ് ഇപ്രാവശ്യം പോകുന്നത്. ആണോ? അറിയത്തില്ല കേട്ടോ. ഏട്ടാ ഏതെങ്കിലും എയർപോർട്ടിൽ പോയിട്ടുണ്ടോ? ഇവിടെ കോഴിക്കോട് എന്തിനാ പോയേ? ഞങ്ങളാണെങ്കിൽ ഇപ്പോൾ ഒരു VIP കൂട്ടാൻ പോവാ. VIP ഞങ്ങൾ ചേട്ടനെ കൂട്ടാൻ പോവുകയാണ് ഗൈസ്. ഇന്നലെ 3 പേരാണ് പോകുന്നത്. സൗണ്ട് കേൾക്കുന്നുണ്ടോ നോക്കാം. സൗണ്ട് ഭയങ്കര സൗണ്ട്. അപ്പം ഞങ്ങൾ ചേട്ടനെ കൂട്ടാൻ വേണ്ടി പോവാം ഡൊമസ്റ്റിക് എയർപോർട്ടിൽ. 3 പേരോടാട്ടാ പോകുന്നത്. കുഞ്ഞ് അവിടെ നൈസായിട്ടാണ് വന്ന് കുഞ്ഞ് നല്ല തേച്ചു. ഏട്ടന് കുഞ്ഞവിടെ ആയിട്ടെൻ്റെ വിഷമത്തിരിക്കും. അവരുറങ്ങുമായിരുന്നു. അപ്പം കുഞ്ഞ് ഉറങ്ങുന്ന സമയത്തിന് ഞങ്ങൾ ഇറങ്ങി. അവളെ അവിടെ കൂട്ടി കഴിഞ്ഞാൽ ഭയങ്കര പാടെന്നല്ല, അവളുമാരെല്ലാവരും ഉണ്ടല്ലോ, ചേച്ചിമാരുണ്ടല്ലോ. അപ്പോൾ അവരെ കൊണ്ട് ഒന്നിച്ച് അവളെ മാത്രം കൂട്ടുന്നത് ശരിയല്ലല്ലോ. പിന്നെ കാശ് എന്തായാലും കൂട്ടാതിരിക്കാൻ പറ്റത്തില്ല. എന്തായാലും 4-5 മണിക്കൂർ എടുക്കും തിരിച്ചു വരാൻ. ഇപ്പം ഞങ്ങൾ ഇറങ്ങിയിട്ടേ ഉള്ളൂ. ഇപ്പം സമയം എത്രയായി? 5:10. ചേട്ടൻ ബാംഗ്ലൂരിൽ നിന്ന് കയറിയിട്ടുണ്ട്. മിക്കവാറും ഒരു 6:30 ആകുമ്പോഴത്തേന് എത്തും. നമ്മളെപ്പോൾ എത്തും? 7:30. ഞങ്ങളിങ്ങനെ നോക്കിയിരുന്ന് താമസിച്ചു. 2 പമ്പ് കണ്ടിട്ട് ചേട്ടൻ ശ്രദ്ധിക്കാതെ പോകുന്നു. പെട്രോൾ ആണെങ്കിൽ മിന്നിക്കൊണ്ടിരിക്കും. കുഞ്ഞ് വഴക്കുണ്ടാക്കുമെന്നൊരു ഡൗട്ടുണ്ട് കേട്ടോ. അറിയത്തില്ല, ഇടയ്ക്ക് വിളിച്ച് നോക്കാം. ഒരു 5:30 ആകുമ്പോൾ വിളിച്ച് നോക്കാം. ഒരു 3:30 ആയപ്പോഴായിരിക്കും ഉറങ്ങിയതില്ലേ? 4 മണി ആവാനായപ്പോഴും ഉറങ്ങിയത്. 3:45 ആയപ്പോഴും ഉറങ്ങിയത്. അതുകൊണ്ട് ചിലപ്പോൾ ഒരു 5:30 വരെയൊക്കെ ഉറങ്ങുമായിരിക്കും. അവിടെ പായസം വിതരണം തുടങ്ങുന്നതേ ഉള്ളൂ. നിങ്ങളാണെങ്കിൽ ഇന്ന് കഴിച്ചിട്ടിങ്ങ് പോകും. ജസ്റ്റ് ഒന്ന് കഴിച്ചിട്ട് ഇനി തിരിച്ചിടുമ്പോൾ ഉണ്ടെങ്കിൽ കഴിക്കാം അല്ലേ? പിന്നെ ഉച്ചയ്ക്ക് നല്ല സദ്യയായിരുന്നു. സദ്യയൊക്കെ കഴിച്ചു. കാച്ചി പായസം കുടിച്ചു. കാച്ചിക്ക് അമ്മ പായസം കൊടുത്തു അല്ലേ കാച്ചി? അല്ല കാച്ചി, നീ പായസം കുടിച്ചില്ലേ? നീ ഒരു പായസക്കൊടി തന്നെയല്ലേ? ഈ കാശിയാണെങ്കിൽ ഏട്ടനെ പോലെ തന്നെ ഭയങ്കര മധുരപ്രിയൻ. ഞാനും കുഞ്ഞുള്ളൂ അത്രയും മധുരപ്രിയനായില്ലാത്ത. അച്ഛനും മോനും ഭയങ്കര മധുരപ്രിയര. നിലമ്പ് പറയുന്നുണ്ട് ഞാൻ ഇത് കസ്തൂരിയാന്ന്. ഞാൻ ചോദിച്ചാൽ അതെന്താ ഒരുങ്ങിയപ്പോഴാണോ തോന്നിയത്. അപ്പൊ ആദ്യം മുതലേ അവനിങ്ങനെ ഷേപ്പ് മാറിക്കൊണ്ടിരിക്കുക. പക്ഷെ ആദ്യം മുതലേ എന്നെ പോലെ ഇരിക്കുവാണ്. കസ്തൂരി തന്നെയാണ്. അനേടാ നീ അമ്മയാണോ? അമ്മ തുഞ്ഞാണോ? ആണോ? കാശിപ്പ ആദ്യം മയക്കത്തില്ല. പായസം കുടിച്ച് മത്ത് പിടിച്ചത്. ചെറിയ വെയിലടിക്കുന്ന. പക്ഷേ വെയിൽ കൊള്ളണം കാശി. വൈകുന്നേരത്തെ വെയിൽ കൊള്ളണം. കുറച്ച് വെയിൽ കൊള്ളുന്നത് നല്ലതാണ്. വൈറ്റമിൻ ഡി ആണ്. വൈറ്റമിൻ ഡി. മിക്കവാറും തിരുവനന്തപുരത്ത് നല്ല തിരക്കായിരിക്കും ഈ സമയം. ചിങ്ങര് പാഞ്ഞു വരും ആൾക്കാര്. ഇങ്ങോട്ടാണോ എന്തോ. ശരിക്കും ഇവര് നാളെ വെളുപ്പിനെ കേട്ടോ ശബരിമല പോന്നെ. ചേട്ടൻ ലാൻഡ് ചെയ്യുന്നതേ ഉള്ളൂ. ഭയങ്കര കഷ്ടപ്പെട്ടു. ഭയങ്കര കഷ്ടപ്പെട്ടാ
അയ്യപ്പൻ സഹായിച്ചിട്ട് വന്നിരിക്കും. അവിടെ മഞ്ഞ് വീഴ്ചയാണ്, വണ്ടി പോകുന്നില്ലായിരുന്നു, അങ്ങനെ എന്തൊക്കെയോ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ചേട്ടൻ വരുമ്പോൾ നമുക്ക് ചോദിക്കാം. ചേട്ടൻ നല്ല മൂഡിലാണെങ്കിൽ ചിലപ്പോൾ പറയും, പന്ന മൂഡിലാണെങ്കിൽ പറയത്തില്ല. ചേട്ടൻ വരുമ്പോൾ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ചോദിക്കും. എന്നോട് ഇന്ന് ഒറ്റ പറയണ അങ്കാരി കാച്ചി, എന്താണ് നീ എന്നോട് ഒറ്റ പറയണേ? ഞാൻ എൻ്റെ പാവല്ലേ കാച്ചി? കൃഷിയാ, കൈതക്കൃഷി, കൈതച്ചക്ക. പാലമുക്കായിട്ടാ, പാലമുക്കം. എന്താ ഏട്ടൻ പറഞ്ഞേ? ഏട്ടാ കൊട്ടാരക്കര ചടയമംഗലത്തട്ടോ ഇന്നലെ ആയിപ്പാറയൊക്കെ ഉള്ളത് കാണുന്നില്ലല്ലോ. കണ്ണിനകത്ത് കാണുന്നില്ല കേട്ടോ. ഞാൻ നേരത്തെ വീഡിയോക്കകത്ത് പറഞ്ഞോളൂ, നമ്മളിവിടെ ഇത്ര ഇഷ്ടം പോലെ കാണാനുണ്ടെങ്കിൽ നമ്മളെവിടെയും പോയിട്ടില്ല, ഞങ്ങളെവിടെയും പോയിട്ടില്ല. എന്തൊക്കെയോ കഥയുണ്ട് കേട്ടോ രാമായണത്തിനെ ബന്ധിപ്പിച്ചുകൊണ്ട്. എന്താ ജടായുവിൻ്റെ ചിറക് അരിഞ്ഞിട്ട് ഒരു ചിറക് അവിടെ, അങ്ങനെ എന്തൊക്കെയോ ഐതിഹ്യമുണ്ട് കേട്ടോ. ഇപ്പം പക്ഷെ ഇപ്പം പിന്നെ എല്ലാം എന്താ മാളും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട് ഇപ്പം അവിടെ. പണ്ടൊന്നും ഇല്ലായിരുന്നു. പണ്ട് ക്ഷേത്രം പോലെ തന്നെ സംഭവമൊക്കെ, ക്ഷേത്രം പോലെ എന്തൊക്കെ ആയിരുന്നു കേട്ടോ. പിന്നെ തിയേറ്ററും എന്താ മാളും എന്തൊക്കെയോ പാർക്കും അങ്ങനെ സംഭവങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് വരെ കാണാല്ലേ. കാണാത്തവർക്ക് നല്ല രസമുണ്ടല്ലേ. വെഞ്ഞാറമൂടായി ഗൈസ്, വെഞ്ഞാറമൂട്. സുരാജ് വെഞ്ഞാറമൂട്. ശരിക്കും അയാള് വെഞ്ഞാറമൂട് കാരനാണോ? വെഞ്ഞാറമൂടിലെ സംസാരമല്ല, പക്ഷെ അത് പാറശാലയിലെ പാറശാലയുടെ സംസാരം വെച്ചിട്ടാണ്. ഇനി എത്ര കിലോമീറ്റർ ഉണ്ട്? അതെന്താണ് വൈകുന്നേരം ആയിട്ട് ഫുള്ള് ബ്ലോക്ക് ആയിരിക്കും. കാശ് നല്ല ഇറക്കാം കേട്ടോ. കുഞ്ഞ് ഞങ്ങൾ വിളിച്ചു നോക്കിയായിരുന്നു, ഇതുവരെ വഴക്കൊന്നുമില്ല. പക്ഷേ കഴിക്കത്തില്ല, കഴിക്കാൻ പാടുപെടും. പ്രശ്നം അവള് കഴിക്കാൻ ഭയങ്കര പാടാണ്. അവളെ കഴിപ്പിക്കാൻ ഞാൻ ഗതയും വടിയൊക്കെ എടുക്കണം. അല്ലെങ്കിൽ ഏട്ടനാണെങ്കിൽ കുഴപ്പമില്ല, ഏട്ടനാണെങ്കിൽ കുറച്ച് സോപ്പിട്ടാലും കഴിക്കും. അപ്പോൾ ഒന്നും കഴിച്ചില്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ചായ ഇട്ട് കുടിക്കാം. ചായ ആണെങ്കിൽ കുറച്ച് ചായ കുടിച്ചു. പിന്നെ അവിടെ കഴിക്കാൻ പായസമായിരിക്കും. പായസം വലിയ ഇൻട്രസ്റ്റ് ഇല്ലാത്ത സാധനമായിട്ട് ചിലപ്പം കഴിക്കും, ചിലപ്പം കഴിക്കത്തില്ല. നമുക്ക് എയർപോർട്ട് എത്തുമ്പോൾ കാണാം അല്ലേ. ഓക്കാണ് ഗൈസ്. ചേട്ടൻ മിക്കവാറും വന്നിട്ടുണ്ടാവും. 6:30 ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യുന്നത്. മിക്കവാറും പോസ്റ്റായിരിക്കും. 1 മണിക്കൂറുകൊണ്ട് ഇനി നമുക്ക് എയർപോർട്ടിൽ എത്തണമെങ്കിൽ. ഉണ്ടാവുമോ എന്തോ നോക്കാം നമുക്ക്. അങ്ങനെ അങ്ങോട്ട് ഇനി അങ്ങ് വരെ ബ്ലോക്കാണോ? ഓ ഇതെന്റെ ആണോ? ഇതാണോ എൻ്റെ വരുന്നത്? ഇതെങ്ങനെ നമ്മൾ കാണുന്നേ? സോറി ഗേസ്, ഞങ്ങൾ ഓടി ചെന്നിട്ട് കാര്യമില്ലേ, ചേട്ടൻ താമസിക്കും. അയ്യോ ഞങ്ങളുടെ മോളെ കുഞ്ഞ് അത്ര നേരം പിള്ളേരോടോണ്ടിരിക്കുമായിരിക്കും ഇല്ലേ, കളിച്ചോണ്ടിരിക്കുമായിരിക്കും, അറിയത്തില്ല. എന്തെങ്കിലും വിശപ്പിന് കഴിച്ചോ എന്തെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ സമാധാനത്തോട്ടിരിക്കുമായിരിക്കും. വഴക്ക് തുടങ്ങിക്കഴിഞ്ഞാൽ ഒരു വഴക്കായിരിക്കും എന്ന് തോന്നുന്നു. ഇതാ നമ്മുടെ പുതിയ എന്തോ എന്ന് പറയുന്നത് കേട്ടോ, സർവീസ് റോഡോ? അത് ഈ സ്ഥലത്തിൻ്റെ പേരല്ലേ?
അറിയത്തില്ല ഗൈസ്. നിങ്ങളെന്താ കണ്ടോളൂ. ഇതാണ് നമ്മളെ കോഴിക്കോട് അല്ല കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ഇപ്പം കെട്ടിക്കൊണ്ടിരിക്കുന്ന റോഡിന്റെ എൻ പോർഷൻ. പക്ഷെ ഇവിടെയൊക്കെ നല്ല സെറ്റപ്പ് ആയിട്ടുണ്ട് കേട്ടോ. നമ്മൾ അങ്ങോട്ട് ഇതുപോലെ സെറ്റപ്പ് ആവുമായിരിക്കും അല്ലേ? കോഴിക്കോട് നമ്മളിങ്ങോട്ട് വയനാട്ടിൽ നിന്ന് ഇങ്ങോട്ട് വരുന്ന വഴിക്കൊക്കെ കാണിക്കാറുണ്ടല്ലോ. അതിൻ്റെ ഒരു ഏകദേശ പൂർത്തീകരണ രൂപമായി കണ്ടോണ്ടിരിക്കുന്നത് അല്ലേ? ഇവിടെയൊക്കെ പൂർത്തിയായല്ലോ. ഫുള്ള് സെറ്റായി കഴിയുമ്പോൾ സെറ്റപ്പ് ആയിരിക്കും. നമുക്ക് കുറച്ചു നേരം പോയി മറ്റേ എന്തോ കന്യക മത്സ്യകന്യക പോയി കാണാൻ കുറച്ച് സമയം ഉണ്ടെങ്കിൽ. എത്തിയെങ്കിലും ഒന്നും നടക്കുന്നില്ല ഗൈസ്. ചേട്ടൻ്റെ ഫ്ലൈറ്റ് ഡിലേ ആയതുകൊണ്ട് ഞങ്ങൾ കുറച്ച് നേരം പോസ്റ്റ് അടിക്കണം. ഒത്തിരി നേരം ഒന്നും പോസ്റ്റ് അടിക്കേണ്ട കാര്യത്തില്ല. 1.5 മണിക്കൂർ നമുക്ക് പറ്റുമെങ്കിൽ ബീച്ച് ഒന്ന് എക്സ്പ്ലോർ ചെയ്യാം. ചേട്ടൻ ശംഖുപോകാൻ ബീച്ച് കണ്ടിട്ടില്ല. ചേട്ടത്ത മത്സ്യകന്യക ഭയങ്കര വിവാദം വന്നില്ലേ? മത്സ്യകന്യക ഒന്ന് കണ്ടിട്ടോ. എന്തായത് കാണുന്നത് പറയുമോ കേട്ടാ. ഡു യു എക്സ്പ്ലോർ കാറിന്റെ ഗ്ലാസ് അത് അഴുക്കയില്ലാത്തതാണെന്ന് കാണുന്നുണ്ട്. നല്ല രസമാണ് കേട്ടോ രാത്രിയിൽ കാണാൻ. നമ്മളങ്ങനെ രാത്രിയിൽ ഇങ്ങോട്ടൊന്നും വന്നിട്ടുണ്ട്. ശ്യാംചേട്ടൻ്റെ അടുത്ത് പോകാൻ വേണ്ടിയിട്ട് വന്നില്ലായിരുന്നു. അത് നമ്മൾ ഇങ്ങോട്ട് വന്നിട്ടില്ലല്ലോ അല്ലേ? അതെവിടെ കഴക്കൂട്ടം കണ്ടല്ലായിരുന്നു? പിന്നെ ഇത് കഴിഞ്ഞിട്ടായിരുന്നോ? ഇൻഫോസിസ്. അല്ലല്ലേ എറണാകുളവും തിരുവനന്തപുരമൊക്കെ കാണാൻ പ്രത്യേക ഭംഗിയാണ്. ഭംഗി എന്തുവാ 22 ഫീമെയിൽ കോട്ടയം. ഇവിടെ വേണ്ട, ഞങ്ങളെ ഭംഗി എന്ന് പറയും. അല്ലേ ഗൈസ്? നിങ്ങൾ പറയാം. ഈ തിരുവനന്തപുരവും എറണാകുളം ഒക്കെ നൈറ്റ് ലൈഫ് പകലൊന്നും അത്ര ഭംഗി കാണത്തൊന്നുമില്ല. ഭയങ്കര പക്ഷെ നൈറ്റ് ഒരു പ്രത്യേക ഭംഗിയായിട്ടോ കാണാൻ. എന്താണെന്ന് ചോദിച്ചാൽ അറിയത്തില്ല. ഏതോ ഒരു പുഴ നല്ല രസമുണ്ട്. ഫോട്ടോ ഒക്കെ അതെൻ്റെ ഫോണിനകത്ത് രസമില്ലെങ്കിലും നേരിട്ട് കാണാൻ നല്ല രസമുണ്ട്. അതെന്താ കപ്പലാണോ കേട്ടോ? അപ്പം എൻ്റെ അപ്പുറത്തെ ഓപ്പോസിറ്റാണ്. നമുക്ക് ലുലുവൊക്കെ അറിയാലോ. ലുലു ഹൈപ്പർ മാർക്കറ്റ് കുറേ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ട്. എയർപോർട്ട് റോഡിലോട്ട് കടന്നിരിക്കുന്നു ഗൈസ്. ആദ്യമായിട്ട് വരുന്നതിൻ്റെ ഒരു പാകപ്പിഴയും ഒരു പ്രശ്നമുണ്ടെങ്കിലും വളരെ സ്മൂത്തായിട്ട് തന്നെ നമ്മൾ എത്തിച്ചേരാമെന്ന് വിചാരിക്കാം. മഴ ചാറുന്നുണ്ടോ? നല്ല രസമുണ്ട്. ഒരു ഫ്ലൈറ്റ് പോലും വരുന്നില്ലല്ലോ. ഇന്ന് നമുക്ക് കാണാൻ ചേട്ടൻ്റെ ഫ്ലൈറ്റ് വരുന്നത് അല്ലേ? പാർക്ക് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ പാർക്കിംഗ് ആണോ? അറിയില്ല. ഇവിടെയൊക്കെ പാർക്ക് ചെയ്തേക്കുന്നുണ്ട്. ഈ വഴിയുടെ സൈഡിലൊക്കെ എല്ലാവരും പാർക്ക് ചെയ്യുമോ? ടെർമിനലൊന്നുമല്ല. പാർക്കിംഗ് ഫീസ് കൊടുക്കണോ? അതുകൊണ്ടായിരിക്കും വരില്ല ഈ റോഡ് സൈഡ് പാർക്ക് ചെയ്തിട്ടേക്കുന്നത്. എങ്ങനെ അറിയുന്നേ?
സോറി ഗൈസ്, എന്തായാലും തെറ്റാണെങ്കിൽ എല്ലാവരും ക്ഷമിക്കുക. കാണുന്നവര് അറിയുന്നവരാണെങ്കിൽ അറിയുന്നവരൊക്കെ ആണെങ്കിൽ ഇത് എന്തോ കാണിക്കുന്നതെന്ന് വിചാരിക്കും. ശരിക്കും ബീച്ചാണോ ഗൈസ് ഒന്നും മനസ്സിലാവുന്നില്ല. നിങ്ങൾ ഗൂഗിളിൽ വെച്ച് പറയുന്ന പോലെ അങ്ങ് പോകുന്നല്ലാതെ ഒരു കുന്തം അറിയത്തില്ല. ടേക്ക് ബ്രേക്ക് ഒക്കെ വന്നിരിക്കുന്നുണ്ട്. നല്ല തണുത്ത കാറ്റും തന്നെ വീശുന്നുണ്ട്. മിക്കവാറും ബീച്ച് തന്നെ ആയിരിക്കും അപ്പുറത്ത്. ബീച്ചാണ് കേട്ടോ ആ സൈഡ്. ഒന്നും കാണുന്നില്ലെങ്കിലും ബീച്ചാണ്. തിരമാല ഇങ്ങനെ അടിച്ച് കയറുന്നുണ്ട്. നിങ്ങളാണെങ്കിൽ പോയിട്ട് തിരിച്ചു വരുന്നത് അങ്ങോട്ട് തന്നെ പോകണം. ചേട്ടൻ വരുമ്പോഴത്തേനും പോയാൽ മതിയല്ലോ. അപ്പോൾ ചായയൊക്കെ കുടിച്ചിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് റിലാക്സ് ചെയ്യാം. വെയിറ്റിങ്ങിലാണ് ഗൈസ്. ചേട്ടനായിട്ട് മധുരയിലാട്ടോ ഇറക്കിയത്. മധുരയിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇപ്പം വീണ്ടും അവിടുന്ന് കയറിയിട്ടുള്ളൂ. അപ്പോൾ ഇവിടെ എത്ര മണിയാവത്തെന്ന് അറിയത്തില്ല. അരമണിക്കൂറിനകം വരുമായിരിക്കാൻ തോന്നുന്നു. ചേട്ടൻ എന്തെങ്കിലും കുറിക്കാൻ വാങ്ങിക്കാൻ വേണ്ടി പോയത് ഞങ്ങൾ ഇവിടെ എത്തിയിട്ട്. കാശ് വന്നിട്ടുണ്ട്. കാശ് വേണം. സൈറ്റ് കണ്ടിട്ടാട്ടോ കാണുന്നത്. നമ്മളങ്ങനെ ബാക്കി സ്ഥലം പിടിച്ചു ഗൈസ്. ചേട്ടൻ ലാൻഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പം വരുമായിരിക്കും. ഞങ്ങളിവിടെ പുറത്താട്ടോ. ഫാസ്റ്റ് ട്രാക്ക് വെച്ചിട്ടാണ് അകത്തോട്ട് കയറാൻ. പിന്നെ പൈസ കൊടുക്കണ്ടേ. ചേട്ടൻ ഇങ്ങോട്ട് വരട്ടെ. എക്സിറ്റിലോട്ട് വരും തോന്നുന്നു കേട്ടോ. നോക്കാം, നമുക്ക് വിളിക്കുമായിരിക്കും. ഇപ്പോൾ ലഗേജ് വന്നിട്ടില്ലെന്നാ പറഞ്ഞത്. വരുന്ന എനിക്ക് നമ്മുടെ വലിച്ചനെവിടെ ചേട്ടനെ പിക്ക് ചെയ്യാൻ വേണ്ടി ഇഷ്ടംപോലെ ടാക്സിക്കാർ റെഡി ആയിട്ട് നിൽക്കുവാന്ന് തോന്നിട്ട്. പുറത്തുനിന്ന് വരുന്നവരെ പിക്ക് ചെയ്യാൻ വേണ്ടിട്ട്. അവിടുന്ന് യൂട്ടേൺ എടുക്കാം. അതെങ്ങനെ അമ്മച്ചൻ സംസാരിച്ചോണ്ടിരിക്കും. ഇപ്പൊ ഞങ്ങള് ചേട്ടനെ പിക്ക് ചെയ്യും. ഇവിടെ ചേട്ടൻ ചേട്ടൻ നിൽക്കുന്നു. ചേട്ടൻ എങ്ങനെ അപ്പുറത്ത് സൈഡ് പോയി? വലിയ ലഗേജ് ആണല്ലോ ഗൈസ്. ഇതാ ചേട്ടൻ നിൽക്കുന്നത് ഗൈസ്. ചേട്ടൻ എന്നെ കണ്ടാണോ മിക്കവാറും ഫോണും കൊണ്ട് വയ്ക്കുന്നത്. ചേട്ടാ ഹോയ് ഹോയ് പറയ്. ആ ഇങ്ങോട്ട് നോക്കിട്ട് അല്ല ചേട്ടാ പോസ്റ്റ് അടിച്ചിരുന്നേ. ചായയുടെ വെള്ളം കുടിക്കാൻ പോയതാട്ടോ. രാവിലെ ഇറങ്ങി ഒന്നും കഴിക്കാതെ കണ്ട് വന്ന് നിൽക്കുമായിരുന്നുണ്ട്. ഒന്നും കഴിക്കാതെ കണ്ട് 2 ഫ്ലൈറ്റ് മാറി കയറിയുണ്ട്. ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പം വെള്ളം വാങ്ങിക്കാൻ വേണ്ടി അത് അങ്ങനെ ശീലമാക്കണ്ട. അതാണെങ്കിൽ പോയി കഴിയുമ്പോൾ അങ്ങ് പഠിക്കും. ട്രെയിൻ പോയിട്ടുണ്ട്. ഫ്ലൈറ്റ് അത് അന്നത്തെ സാമ്പത്തിക സ്ഥിതി. ഇന്നത്തെ സാമ്പത്തിക സ്ഥിതിക്ക് അതൊക്കെ പോയി കഴിയാൻ പോയത്. ഹായ് ഹായ് ഹായ്. കേട്ടില്ല. ജ്യൂസ് വേണോ? ജ്യൂസ് ഞാൻ എവിടെ വെച്ചു? അച്ഛാ അവരോട് പറയണ. കിളിമാനൂരാണ് ഗൈസ്. നമ്മളുടെ ചേട്ടന് മരുന്ന് മെഡിക്കൽ സ്റ്റോറിൽ കയറിയതാണ്. വരുമ്പോൾ എന്തേലും പിടിപ്പിച്ചോണ്ട് വരും എന്നൊക്കെ. പനിയാട്ടോ. പനി ചുമ ജലദോഷം എക്സെട്ര. ഇനിയിപ്പോൾ മഞ്ഞിന്ന് നേരെ ചൂടിലോട്ട് വരുമ്പോൾ അതിനനുസരിച്ചുള്ള കുഴപ്പം കാണും. അതാ ഞങ്ങൾ താമസിച്ചത്. ഓ പറഞ്ഞേട്ടാ. പോകുമ്പം ചേട്ടൻ
ഫാമിലി പ്രാവശ്യം സഹിതം കൊണ്ടുപോകുമ്പോൾ തിരിച്ചു പോകുമ്പോൾ എയർപോർട്ട് വരെ പെണ്ണും പിള്ളേയും കൊണ്ടുപോകാൻ ഇപ്പം ചിന്തിക്കുന്നുണ്ട്. അപ്പൊ ചേട്ടൻ പക്ഷേ വെൽക്കം ബാക്ക് ടു കുറുമ്പര. വെൽക്കം ബാക്ക് ടു യുവർ ഹോം. എന്തായാലും പത്തനംതിട്ടക്കാർക്ക് വേണ്ട, പത്തനംതിട്ടക്കാർക്ക് എന്തായാലും അത് വേണ്ട. ഈ ചൂടത്ത് ആ കോട് വിട്ടിട്ടാ പിന്നെ പുഴുങ്ങി കിട്ടും. ഞാൻ അന്ന് ഇറങ്ങിയപ്പോഴേക്കും മനസ്സിലായി.